ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ളൊരു കായപ്പോളായിട്ട് ഉണ്ടാക്കിയേ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരട്ടോ. നോമ്പൊക്കെ അല്ലേ വരുന്നേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമ്മൾ 2 പഴം എടുത്തണേ, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പഴം മുഴുവൻ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്കിത് വാട്ടിയെടുക്കാം. ചൂടായി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി, ഞാൻ മുതുക്ക് എടുത്ത് മാറ്റാം. ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കാം. പഴം ആദ്യം ഇങ്ങനെ വാട്ടി വെച്ചാൽ കോഴിമുട്ടൻ്റെയൊക്കെ മിക്സ് റെഡി ആകുമ്പോഴേക്കും ഇത് ചൂട് ആറി കിട്ടിക്കോളും. പഴം നല്ലോണം വാടി വന്നേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൽ കൊഴുക്കാനുള്ള മിക്സ് റെഡിയാക്കാം. നമ്മൾ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ ഇട്ടെടുക്കാം. ഒരു നുള്ളു ഉപ്പ്, കുറച്ച് പാല്, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത മിക്സ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാട്ടി വെച്ച പഴത്തെടുക്കാം. നമ്മളൊരു പഴയ ദോശക്കല്ല് വെച്ചിന്, അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ പഴം വാട്ടിയ ഫ്രൈ പാൻ വെച്ചിട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഈ നമ്മൾ കായ്പോളം ഉണ്ടാക്കുമ്പോൾ അത് അടി പിടിക്കൂല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മളെ കായ്പോള റെഡിയാണേ. നമ്മളൊരു സൈഡ് മറച്ചിട്ടോ കൊടുത്തീനി കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.